പ്രിയൻ, ഈ ചൈന നോൺ ന്യൂക്ലിയർ ഹൈഡ്രജൻ ബോംബ് നിർമ്മിക്കുന്നുണ്ട്. എന്തൊക്കെയാണ് അതിൻ്റെ പ്രത്യേകതകൾ? അതായത് പിന്നെ സാധാരണഗതിയിൽ നമുക്കറിയാം ഏറ്റവും മാരകശേഷിയുള്ള ബോംബുകളാണ് ന്യൂക്ലിയർ ബോംബുകൾ, അതായത് ആണവ ബോംബുകൾ, അണുബോംബുകൾ. അതിട്ട് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന മാരക ഭവിഷ്യത്തിനെ പറ്റി നമുക്കറിയാം. പക്ഷേ ചൈന ഇപ്പോൾ അതിൻ്റെ ഒരു പടി കൂടി കടന്നിട്ട് ന്യൂക്ലിയർ ആയുധങ്ങൾ ഉണ്ടാക്കുന്നതിനുള്ള ചില നിയന്ത്രണങ്ങൾ ലോകത്തുള്ളത് കൊണ്ട് അതിനെ മറികടക്കാനായിട്ട് ഇപ്പോൾ ഹൈഡ്രജൻ ബോംബുകളിലാണ് അവർ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. ഹൈഡ്രജൻ ബോംബ് എന്ന് പറഞ്ഞാൽ നിസ്സാര വസ്തുവല്ല, അതിമാരകമായ സ്ഫോടനം സൃഷ്ടിക്കാനും മാരകമായ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കാനും കേപ്പബിലിറ്റിയുള്ള, കഴിവുള്ള, പ്രാപ്തിയുള്ള ഒരു ബോംബാണത്. സാധാരണഗതിയിൽ നമ്മളിപ്പോൾ ഒരു ന്യൂക്ലിയർ ടെസ്റ്റിന് നമ്മൾ ന്യൂക്ലിയർ നോൺ പ്രോളിഫറിക്കേഷൻ ട്രീറ്റി എന്ന് പറയുന്നത് നിരായുധീകരണം, ആണവ നിർവ്യാപന കരാറൊക്കെ നമ്മൾ ഒപ്പിട്ടിട്ടുണ്ട്. എല്ലാ ലോകരാജ്യങ്ങളെല്ലാം ഒപ്പിടുന്നുണ്ട്. നമുക്ക് ഇന്ത്യക്ക് അതിനകത്ത് ചില വിയോജിപ്പൊക്കെ ഉള്ളതുകൊണ്ട് നമ്മളത് അതുമായിട്ട് സഹകരിക്കാറില്ല. ഓക്കെ, പക്ഷേ അതല്ല, ഈ പറയുന്ന നിരായുധീകരണവുമായിട്ട് ബന്ധപ്പെട്ട് ലോകം മൊത്തം ഒരു ആയുധരഹിത ലോകത്തെ സ്വപ്നം കാണുന്നുണ്ട്, സമാധാനം ആഗ്രഹിക്കുന്നുണ്ട്. കാരണം നമുക്കറിയാം ജപ്പാൻ അടക്കമുള്ള രാജ്യങ്ങൾ ഇതിൻ്റെ ഇരകളായിട്ടുണ്ട്. ഇന്നും ഉത്തര കൊറിയ പോലുള്ള രാജ്യങ്ങൾ നിരന്തരമായി ആണവ ബോംബുകളുടെ പരീക്ഷണം നടത്തുന്നുണ്ട്. ഈ പറയുന്ന NPT എന്ന് പറയുന്ന കരാറിൻ്റെ അടിസ്ഥാന തത്വം എന്ന് പറയുന്നത് തന്നെ 3 സ്ഥലത്ത് ഭൂമിയിൽ, ആകാശത്ത്, ബഹിരാകാശത്ത്, മണ്ണിനടിയിൽ ഇല്ലെങ്കിൽ സമുദ്രത്തിലോ ഒന്നും ഈ പറയുന്ന ആണവ പരീക്ഷണങ്ങൾ നടത്താൻ പാടില്ല എന്നുള്ളതാണ്. നമ്മൾ പൊക്രാനിൽ നടത്തിയിട്ടുണ്ട്, ഇന്ത്യ 2 തവണ നടത്തിയിട്ടുണ്ട്, 2 തവണ വിജയിച്ചിട്ടുമുണ്ട്. അപ്പോൾ നമുക്കങ്ങനെ ഒരു ആണവശേഷിയുള്ള രാജ്യമാണ് നമ്മൾ. ആണവായുധം ഉണ്ടാക്കാൻ നമുക്ക് അറിയുകയും ചെയ്യാം. ചൈനയുടെ കയ്യിലും ആണവായുധമുണ്ട്. പക്ഷേ ഈ ആണവായുധം പ്രയോഗിക്കുന്നതിലും ഉപയോഗിക്കുന്നതിലും പരീക്ഷിക്കുന്നതിലൊക്കെ ലോകത്ത് നിയന്ത്രണമുണ്ട്. കാരണം അത് നശീകരണ സ്വഭാവമാണ്, സമ്പൂർണ്ണ നശീകരണം, ടോട്ടൽ ഡിസ്ട്രക്ഷൻ എന്ന് പറയുന്ന ഒരു രീതിയിലേക്ക് നയിക്കുമെന്നുള്ളത് കൊണ്ട് നമ്മൾ ഈ ലോകരാജ്യങ്ങളെല്ലാം തന്നെ ഇതിനെതിരായിട്ടാണ് നിൽക്കാറുള്ളത്. പക്ഷേ നിലവിൽ ചൈന ചെയ്യുന്ന പ്രവൃത്തി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ന്യൂക്ലിയർ ബോംബിനേക്കാൾ, ഒരു ആണവ ബോംബ്, അണുബോംബ് ഇട്ടാൽ സംഭവിക്കുന്നതിനേക്കാൾ ഇരട്ടി വിപത്തുണ്ടാക്കാൻ കഴിയുന്ന, മാരക നാശനഷ്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്ന മറ്റ് ബോംബുകളുടെ ഗവേഷണത്തിലാണ് അവർ. ഹൈഡ്രജൻ ബോംബ് എന്ന് പറയുന്ന ഹൈഡ്രജൻ ബോംബ് നമുക്കറിയാം, മുമ്പും ഉത്തര കൊറിയ പരീക്ഷണം നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ തായ്വാൻ്റെ മേഖലയിലൊക്കെ അമേരിക്കയുടെ ഇല്ലെങ്കിൽ അമേരിക്കയ്ക്ക് സാന്നിധ്യമുള്ള ഈ സൗത്ത് ചൈന സീ, ഈ നോർത്ത് ചൈന സീയുടെ ഭാഗത്തൊക്കെ ഈ സീസ്മിക് വേവിലൊക്കെ വ്യത്യാസം വരും. അതായത് ഭൂകമ്പ മാപിനികളിൽ പലപ്പോഴും ഭൂകമ്പത്തിൻ്റെ ലക്ഷണങ്ങൾ കാണിക്കും. അപ്പോൾ ഇതെന്താണ് എന്നുള്ളതിനെപ്പറ്റി അന്വേഷണം നടത്തുമ്പോൾ ഭൂമിയായിട്ട് ബന്ധപ്പെട്ടുണ്ടാകുന്ന പ്രതിഭാസങ്ങളിൽ നിന്നല്ല, പകരം ഉത്തര കൊറിയ പോലുള്ള രാജ്യങ്ങൾ നടത്തുന്ന അതിമാരകമായ ഹൈഡ്രജൻ ബോംബ് ടെസ്റ്റിങ്ങുകളിലൂടെയാണ്. ഈ ടെസ്റ്റിംഗ് നടക്കുമ്പോൾ ഭൂമി ഉരുക്കത്തിന് സമാനമായിട്ട് ഇപ്പോൾ അവർ 300 അടി 1000 അടി ഒക്കെ താഴ്ചയിൽ ഭൂമിക്ക് അടിയിലൊക്കെയാണ് ഇത് പൊട്ടിക്കുന്നത്. പക്ഷേ ഇതുണ്ടാക്കുന്ന എത്ര തലമുറ കഴിഞ്ഞാലും അത് മാറില്ല, അത്ര ദൂരവ്യാപക പ്രത്യാഘാതങ്ങൾ ഉണ്ടാകും. അപ്പോൾ ഇങ്ങനെയൊരു ബോംബ്, അത് നിയന്ത്രിത സ്ഫോടനമാണ് അവർ നടത്തുന്നത് പരീക്ഷണത്തിന് വേണ്ടിയിട്ട്. അതുപോലും സീസ്മിക് വേവുകളിൽ പ്രതിഫലിക്കുകയും ഭൂകമ്പത്തിന് സമാനമായിട്ടുള്ള ചെറിയ തോതിലുള്ള ചലനങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുമ്പോഴാണ് ലോകം അറിയുന്നത് അവന്മാരത് പൊട്ടിച്ചിട്ടുണ്ടെന്നുള്ളത്. പക്ഷേ ഇവർ ഈ ബോംബാണ് ശരിക്കും എവിടെയെങ്കിലും കൊണ്ട് ഇട്ടാറുള്ള ഫലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ന്യൂക്ലിയർ ബോംബിൻ്റെ പ്രത്യേകത അറിയാം, ചെയിൻ റിയാക്ഷനാണ്, വലിയ തോതിൽ വ്യാപിക്കും. കിലോമീറ്ററുകളോളം ഇതിൻ്റെ പ്രഹരശേഷിയുണ്ട്, റേഡിയേഷനുകളുണ്ട്. ന്യൂക്ലിയർ ബോംബുകളുടെ റേഡിയേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്നും ലോക ജനത അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ജപ്പാനിലൊക്കെ ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ നമുക്കറിയുകയും ചെയ്യാം, എത്രത്തോളമാണ് അതിന് റേഡിയേഷൻ എഫക്റ്റ് എന്നുള്ളത്. അതിനെ പൂർണ്ണമായിട്ട് കവർ ചെയ്ത് കോൺക്രീറ്റ്, ഒരു കല്ലറ പോലെ കോൺക്രീറ്റ് കൊണ്ടുള്ള ഒരു കവചത്തിനകത്താണ് ആ സ്ഫോടനം നടന്ന മേഖലയിലെ ആ ബോംബ് വീണ സ്ഥലം. ഇന്നും നാഗസാക്കിയിലും ഹിരോഷിമയിലും അവരതിനെ അങ്ങനെയാണ് മാറ്റിയിരിക്കുന്നത്. അവിടെ നിന്നുള്ള റേഡിയേഷൻ്റെ തോതും കൂടുതലാണ്. അതെ, നമുക്ക് ഇപ്പോഴും അറിയാം. നമുക്ക് ഇവിടെ റഷ്യയിലുണ്ടായ ചെർണോബിൽ ദുരന്തത്തിൽ അബാൻഡൻഡ് സിറ്റി, അതിൻ്റെ ചിത്രങ്ങൾ ഇപ്പോഴും ഇൻ്റർനെറ്റിലൊക്കെ ലഭ്യമാണ്. അവിടേക്ക് യാത്രകളൊക്കെ ആൾക്കാർ നടത്താറുണ്ട്, സാഹസികമായ യാത്രയാണ്. സുരക്ഷാ കവചങ്ങളെല്ലാം എടുത്തതിന് ശേഷമാണ് അങ്ങോട്ട് പോകുന്ന അബാൻഡൻഡ് ആയിട്ടുള്ള ഒരു പ്രദേശം തന്നെ നമുക്കവിടെ കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെ നമുക്ക് അറിയാൻ അവിടുത്തെ ഓരോ വസ്തുവിലും വലിയ റേഡിയേഷനുകൾ ഇപ്പോഴും ഉണ്ട്. കാരണം ആണവ ദുരന്തത്തിൻ്റെ ഭാഗമായി അതിൻ്റെ ബാക്കി പത്രമായ ഒരു പ്രദേശം. അപ്പോൾ മനുഷ്യൻ എത്രത്തോളം ദോഷകരമാണ് ആണവായുധങ്ങൾ നമുക്കറിയാം. പക്ഷേ ചൈന ചെയ്തിരിക്കുന്ന പരിപാടി എന്ന് പറഞ്ഞാൽ ആ ആണവായുധത്തെ തൊട്ടിട്ടില്ല. അവർ പകരം ചെയ്തിരിക്കുന്നത് ഹൈഡ്രജൻ ബോംബിൻ്റെ ഉൽപ്പാദനമാണ്. ആ ഹൈഡ്രജൻ ബോംബ് എത്രത്തോളം മാരകമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അത് മഗ്നീഷ്യം ഹൈഡ്രൈഡ് എന്ന് പറയുന്ന രാസവസ്തു ഉപയോഗിച്ചുകൊണ്ടുള്ള സ്ഫോടനമാണ് അവർ നടത്തുന്നത്. ഈ സ്ഫോടനത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചെറിയ തോതിൽ
ഏതാനും ഗ്രാമുകളുടെ തൂക്കം മാത്രമേ ഇതിനുണ്ടാവുകയുള്ളൂ. അത് വിഘടിപ്പിക്കുന്നതോടുകൂടി വലിയ തോതിലുള്ള സ്ഫോടനം ഉണ്ടാക്കാൻ പറ്റും. ആ സ്ഫോടനത്തിൻ്റെ ഫലമായിട്ട് ഇതിൽ നിന്ന് പല വിധത്തിലുള്ള രാസപദാർത്ഥങ്ങൾ പുറപ്പെട്ടു വരും. ഏതൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈഡ്രജൻ ഇതിൽ നിന്ന് റിലീസാവും, വലിയ തോതിൽ ഹൈഡ്രജൻ്റെ പ്രത്യേകത നമുക്കറിയാമല്ലോ, കത്തുന്ന വാതകമാണ്, പെട്ടെന്ന് തീ പിടിക്കും. ഇത് ഈ പുറത്തേക്ക് വരുമ്പോൾ തന്നെ വലിയ താപനില, ഈ മഗ്നീഷ്യം ഹൈഡ്രൈഡ് വിഘടിപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന വലിയ താപനില ഇതിൽ നിന്ന് റിലീസായി വരുന്ന ഹൈഡ്രജനിലേൽക്കുമ്പോൾ അത് മാരകമായ തീപിടുത്തത്തിന് കാരണമാകും. ഈ തീ പ്രദേശത്തേക്ക് വ്യാപിക്കും. ഈ തീപിടുത്തത്തിലൂടെ ഇതിൻ്റെ വൻ തോതിൽ ഈ പറയുന്ന ബോംബിൻ്റെ ആഘാതം, ഗുരുതരമായ ആഘാതം സൃഷ്ടിക്കപ്പെടും. ഇത് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കണക്കുകൾ പറയുന്നതെന്ന് പറഞ്ഞാൽ, അലുമിനിയം എന്ന ലോഹത്തിനെയൊക്കെ ഉരുക്കിക്കളയാൻ ശേഷിയുള്ളത്, വെള്ളം പോലെ അലുമിനിയത്തിനെ മാറ്റാൻ കഴിയുമെന്നാണ്. അതായത് ഇപ്പോൾ ഒരു പ്രദേശത്ത് ശത്രു നീക്കമുണ്ട്, അവിടേക്ക് ഇത് ഉപയോഗിക്കുകയാണെങ്കിൽ അവിടെ നിൽക്കുന്ന മനുഷ്യനൊന്നും ഒന്നും കാണില്ല, വൈറസ് പോലെയാണ് അത് ഉരുകി ഒലിച്ചു പോകുന്നു. അത്രയും മനുഷ്യർക്ക് ഭസ്മമായിട്ട് അത്ര ഉയർന്ന താപനിലയാണ് ഈ ബോംബ് സൃഷ്ടിക്കുന്നത്. ഇനി മറ്റൊന്ന്, ഇതിൽ ഏറ്റവും ശ്രദ്ധിക്കപ്പെടേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഈ ബോംബ് ഉണ്ടാക്കുന്ന വലിയ താപനില ഏത് ഉപകരണങ്ങളെയും, ഇലക്ട്രിക് ഉപകരണങ്ങളെയും ഒക്കെ തകർക്കാൻ കഴിയും. അതിനെ ഉരുക്കി കളയാൻ കഴിയും. അതിനെ കേടുപാട് അത്രയും ചൂടാണ് വരുന്നത്. അപ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ശത്രു സൈന്യത്തിൻ്റെ നീക്കമുണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ ശത്രു സൈന്യത്തിൻ്റെ ഒരു കേന്ദ്രത്തിലേക്കാണ് ഈ ബോംബ് ആക്രമണം നടത്തുന്നതെങ്കിൽ, ആ ബോംബ് അവിടെ ഇട്ട് കഴിയുമ്പോഴത്തേക്കും അവിടെ ഉണ്ടാകുന്ന തീപിടുത്തം ഉണ്ടായി. സാധാരണ ബോംബിന്റെ പ്രത്യേകതയിൽ ആൾക്കാർ മരിക്കുക മാത്രമല്ല, പിന്നെ ആഫ്റ്റർ എഫക്ട്സ് ഇതിന്റെ ഈ ചൂട് കൊണ്ട് തന്നെ ഈ എക്യുപ്മെന്റുകളൊക്കെ, ഇവരുടെ കമ്മ്യൂണിക്കേഷൻ, ഇപ്പോൾ ഒരു പട്ടാള ക്യാമ്പിലാണെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഇവിടുത്തെ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം. ഇല്ലെങ്കിൽ അവിടെ ഉണ്ടായിരിക്കുന്ന ഒരു മിസൈൽ ലോഞ്ചിങ് സിസ്റ്റം ഉണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ ഒരു റോക്കറ്റ് ലോഞ്ചിങ് സിസ്റ്റം ഉണ്ടെങ്കിൽ, ആ സിസ്റ്റത്തിലേക്ക് കേടുവരുത്താനും കഴിയും. ഈ പറയുന്ന സാധനങ്ങൾക്കകത്തല്ല ഇലക്ട്രോണിക് ഉപകരണങ്ങൾക്കകത്ത് ഘടിപ്പിച്ചിരിക്കുന്ന അലുമിനിയം ഉണ്ടെങ്കിൽ, ഈ പറയുന്ന നമുക്കറിയാം ചിപ്പുകളിലൊക്കെ ലെഡ് പോലുള്ള കാര്യങ്ങളുണ്ട്, അതൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിനെയൊക്കെ ഉരുക്കി കളയാൻ കഴിയും. അപ്പോൾ ഇലക്ട്രോണിക് ഉപകരണങ്ങളുടെ പ്രവർത്തനം ഇതോടുകൂടി ഇല്ലാതായി പോകും തീർച്ചയായിട്ടും. ഒരു ജനതയെ നശിപ്പിക്കുന്നതിനൊപ്പം തന്നെ അവരുടെ സാങ്കേതിക വിദ്യയും നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അവരുടെ ഉപകരണങ്ങൾ ഏത് തരത്തിലുള്ള ഉപകരണങ്ങളാണ് അതെല്ലാം തന്നെ ഇല്ലാതാക്കപ്പെടുമെന്നുള്ളത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. മറ്റൊന്നെന്ന് പറഞ്ഞാൽ, ഇത് ട്രിഗർ ചെയ്ത് കഴിഞ്ഞാൽ 2 സെക്കൻഡ് മതി ഇത് പൊട്ടാൻ. അതായത് ഈ ബോംബിൻ്റെ മാരകശേഷി എന്ന് പറഞ്ഞാൽ 2 സെക്കൻഡ് കൊണ്ട്. അപ്പോൾ ഇത് ട്രിഗർ ചെയ്ത് അണുബോംബിലൊക്കെ അതെ, അണുബോംബിലൊക്കെ എന്ന് പറഞ്ഞാൽ ട്രിഗർ ചെയ്ത് അതിനകത്ത് ഒരു ഡിഫ്യൂസിങ് ടൈം കൂടെ ഉണ്ട്. ആ ഡിഫ്യൂസിങ് ടൈമിൽ വേണമെങ്കിൽ ഈ പ്രവർത്തനത്തെ ഒരു പക്ഷേ നിർത്താൻ കഴിയുന്ന ടെക്നോളജിയൊക്കെ ഉണ്ട്. കാരണം അത്തരത്തിലുള്ള ടെക്നോളജിയൊക്കെ ഉപയോഗിക്കുന്നു. പക്ഷേ ഇതിനകത്ത് അങ്ങനെയൊന്നുമില്ല. ഈ ട്രിഗർ ചെയ്ത് കഴിഞ്ഞാൽ ആ നിമിഷം തന്നെ ഈ ബോംബ് പൊട്ടുകയും മാരകമായ പ്രത്യാഘാതങ്ങളുടെ ചൈന ലോകത്തോട് ചെയ്യുന്ന ഈ പറയുന്ന ആണവ ഇതര ആയുധങ്ങളുടെ വലിയ രീതിയിലുള്ള സംഭരണവും അതിൻ്റെ ഉൽപ്പാദനവും നടത്തുന്നതോടുകൂടി ചൈന എന്ന് പറയുന്ന രാജ്യം ലോകത്തിന് ഭീഷണിയാവുകയാണ്.